KPCC ഭാരവാഹികൾ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വർഷിക്കും, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യും എന്നൊരു ചാനൽ ചർച്ചയിൽ BJPയുടെ വക്താവ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ, മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രഖ്യാപനം തിരുത്താൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചാനൽ അവതാരിക അവസരം നൽകിയെങ്കിൽ പോലും ആ അവസരവും അദ്ദേഹം ആ പ്രഖ്യാപനം ആവർത്തിക്കുന്നതിനാണ്, അതിനെ ന്യായീകരിക്കുന്നതിനാണ് ഉപയോഗപ്പെടുത്തിയത്. തിരുത്തിയിട്ടില്ല, ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ്, ആവർത്തനമാണ് BJPയുടെ വക്താവ് പരസ്യമായിട്ട് മലയാളത്തിലെ ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ നൽകിയിട്ടുള്ളത്. ആരാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഇന്ത്യയിലെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കാവൽക്കാരനാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ന് നമുക്കറിയാം, വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഐതിഹാസികമായ പോരാട്ടങ്ങൾക്കും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിനകത്തും പുറത്തുമുള്ള പ്രവർത്തനങ്ങൾ BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നു. പ്രധാനമന്ത്രിക്കും BJP നേതാക്കന്മാർക്കും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യും, വെടിയുതിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ച ആ ഗുണ്ടാ നേതാവ് അല്ലെങ്കിൽ ആ BJP നേതാവിനെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. എന്തിനേറെ, പോലീസിന് സ്വയമേ ഒരു കേസെടുക്കാം. ഇത് പരസ്യമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പോലീസ് കേസെടുക്കും എന്ന് നമ്മൾ കാത്തിരുന്നു. പക്ഷെ കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ്, അരുനിൽക്കുകയാണ്, ഒത്താശ ചെയ്യുകയാണ്. അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ആലപ്പുഴ MP കൂടിയായ KC വേണുഗോപാൽ പരാതി നൽകി, രേഖാമൂലം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും പ്രതിയെ പിടിക്കാൻ സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകര് സമരം നടത്തിയാൽ അവരെ അന്വേഷിച്ച് രാത്രിയിൽ വീട് വളയുന്ന കേരളത്തിലെ പോലീസ് ഇതുവരെയും ഈ ഭീഷണി ഉയർത്തിയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനെതിരെ പരസ്യമായിട്ട് ഭീഷണി ഉയർത്തിയ ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷിക്കാനോ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. ആരാണ് രാഹുൽ ഗാന്ധി? നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയങ്കരനായ രാജീവ് ഗാന്ധിയുടെ മകനാണ്. ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന്റെ ബലിക്കല്ലിൽ ശ്രീപെരുമ്പത്തൂരിൽ മനുഷ്യബോംബിനിടെയായി ചിതറിത്തെറിച്ച രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി. പ്രിയങ്കരിയായ, നാളെ ഞാൻ മരിച്ചു വീണാൽ എന്റെ ഓരോ തുള്ളി ചോരയും രാജ്യത്തിന്റെ ഐക്യത്തിന് വളമാകണം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പുൽകിയ ഇന്ദിരാ പ്രിയദർശിനിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം ഇവിടുത്തെ BJPക്കാർ മറന്നുപോയെങ്കിൽ ജനങ്ങൾ നന്നായിട്ട് ഓർമ്മിക്കും. രാഷ്ട്രപിതാവ് മഹാത്മജിയെ ഇല്ലായ്മ ചെയ്ത വർഗീയവാദികൾക്ക് ഇന്നും ഈ രാജ്യത്ത് തലയുയർത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും ഭരണത്തിന് കീഴിലാണ്. അത്തരം അക്രമകാരികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നലെ മാത്രം ആഹ്വാനം ചെയ്ത ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ന് കേരളത്തിലെ 282 സ്ഥലങ്ങളിൽ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ അണിചേർന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി, നഗരത്തിൽ മാത്രമായി സംഘടിപ്പിച്ച പരിപാടിയിൽ അണിചേർക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കേരളത്തിലെ പോലീസിനോട്, ഇന്ത്യ രാജ്യത്തെ ആഭ്യന്തര വകുപ്പിനോട് ഈ ക്രിമിനൽ പുള്ളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ, ഈ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയ വ്യക്തി BJPക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അവരുടെ പാർട്ടി നേതൃത്വം തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു, തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നു. ശക്തമായ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം ഇനി ഉയരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്.